അടുത്ത് പാകിസ്ഥാൻ ആക്കണമെന്നാണോ കാന്തപുരത്തിന്റെ ആഗ്രഹം, അതോ മലപ്പുറം ജില്ല മറ്റൊരു സംസ്ഥാനമായി മാറ്റണമെന്നാണോ കാന്തപുരത്തിന്റെ അഭിപ്രായം? ഏവനാണ് ഈ കാന്തപുരം? അവനാര ഇവിടുത്തെ കേരളത്തിന്റെ രാജാവോ? ചിന്തിക്കാന്ന് പറഞ്ഞാൽ തന്റെ വാപ്പയുടെ വകയൊന്നുമല്ലല്ലോ കേരളം, ആണോ? അവിടെ പെറ്റുപെരുവി ജനക്കൂട്ടം ഉണ്ടാക്കിയെന്ന് പറഞ്ഞങ്ങോട്ട് തള്ളിത്തരാം. ചങ്ങായിമാരെ, ഈ സംഖ്യക്ക് 3 സംശയമുണ്ട്. ആ 3 സംശയം നമുക്കാണ് തീർത്തു കൊടുത്താലോ? എന്താണെന്നല്ലേ, ഒന്ന്, AP ഉസ്താദ് പറഞ്ഞ മലപ്പുറം വിഭജിക്കണമെന്ന പ്രസ്താവനയെ. എടോ, ഉസ്താദും ഇന്ത്യ എന്ന രാജ്യത്ത് താമസിക്കുന്ന ആളാണെടോ. ഒരു ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന ആൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? നീയും പറഞ്ഞടോ. എടോ, മലപ്പുറം ജില്ലയിൽ ജനസംഖ്യ വർദ്ധിക്കുകയാണ്. ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ ജില്ല വിഭജിക്കേണ്ടി വരും. ഉസ്താദ് പറഞ്ഞ ആ പ്രസ്താവന 100% ശരിയാണ്. പിന്നെ ഇദ്ദേഹം പറയുന്നത് ഉസ്താദ് കേരളത്തിൻ്റെ രാജാവാണോ എന്ന്. ഉസ്താദ് ആരാണ് എന്ന്. എടോ, ഉസ്താദ് കേരളത്തിൻ്റെ രാജാവ് മാത്രമല്ല, ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയാണ്, ഇന്ത്യയുടെ രാജാവാണ്. അതിന് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, അപ്പോൾ നിനക്ക് മനസ്സിലാകും. പിന്നെ ഇവൻ പറയുന്നത് മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുന്നു എന്നാണ്. മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുന്നത് കൊണ്ട് ഇവന് എന്താ ഇത്ര ചൊറിച്ചിൽ? ഇവനൊന്നും പെറ്റുകൂട്ടാൻ കഴിയുന്നില്ല. കാരണം വർഗീയത പറഞ്ഞു നടന്ന് ഇവൻ അതിനൊന്നും സമയം കിട്ടുന്നില്ല. എടോ, കുറച്ചൊക്കെ സമയം തൻ്റെ പെണ്ണുങ്ങളോടൊപ്പം ഒന്ന് സ്പെൻഡ് ചെയ്യ്. അപ്പോൾ നിനക്കും ഉണ്ടാകും കുട്ടികൾ, നിനക്കും പെറ്റുകൂട്ടാമിടോ. അല്ലാതെ ഇതിനൊക്കെ ഇപ്പോൾ എന്താ മറുപടി പറയാം?